ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ ഇന്ന് എനിക്ക് അച്ഛനോട് സംസാരിക്കണമെന്ന് തോന്നുന്ന വിഷയം ഈ സംസാരം തന്നെയാണ്. അതായത് ഈ കുടുംബജീവിതത്തിൽ സംഭാഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സംഭാഷണം പോസിറ്റീവാകാം, നെഗറ്റീവാകാം, അത് വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാം. ചിലരെങ്കിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ല നിനക്ക് മനസ്സിലായത്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഇതൊക്കെ നമ്മുടെ അനുദിന ജീവിതത്തിൽ എപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ വളരെ രസകരമായിട്ട് അച്ഛനെന്ന് അവതരിപ്പിക്കും. അപ്പോൾ സംഭാഷണം, അതാണ് ഹെഡിങ്. സംഭാഷണം ഒരു കുടുംബത്തിലൊക്കെ രണ്ട് രീതി വരാം. ഒന്ന് ആത്മഭാഷണം, രണ്ട് സംഭാഷണം. നമ്മൾ ഒരു ഡയലോഗ്, ഒരു സംഭാഷണം എന്ന് പറഞ്ഞ് ആരംഭിച്ചിട്ട് ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുണ്ട്. അവിടെയാണ് കുടുംബത്തിൽ പലപ്പോഴും പരാജയം വരിക. ചില കേസ് തീർക്കാൻ വരുമ്പോഴും ഭർത്താവ് പുള്ളിയുടെ ന്യായങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, ഭാര്യയുടെ കാര്യം മാത്രം പറയുക. അത് പരാജയമാണ്. പറയണം, കേൾക്കണം. അങ്ങോട്ട് പകുതി പറയണം, ഇങ്ങോട്ട് പകുതി കേൾക്കണം. അങ്ങനെ പറഞ്ഞും കേട്ടും പോകുമ്പോഴാണ് സംഭാഷണമായിട്ട് മാറുക. പലപ്പോഴും കുടുംബത്തിൽ ബുദ്ധിമുട്ട് വരുന്നൊരു വലിയ പ്രശ്നം ആത്മഭാഷണങ്ങളാണ്. ഞാൻ എൻ്റെ വികാരം, എൻ്റെ ചിന്ത, എൻ്റെ കാഴ്ചപ്പാടെല്ലാം അങ്ങ് വിളമ്പും. മറ്റേ ആൾക്കെന്നാലും വളരെ കൊച്ചായതുപോലെ തോന്നും. ഒരു കൊടുക്കൽ വാങ്ങൽ വർത്തമാനത്തിലുണ്ടാകുമ്പോഴാണ് സംഭാഷണം. പലപ്പോഴും അറിയത്തില്ലാതെ വരുമ്പം ഏകാധിപത്യമാവും. ഞാൻ എൻ്റേത് മാത്രം പറയുമ്പോൾ അത് വിജയിക്കുകയല്ല. ഈ ചില കുടുംബങ്ങളിൽ ഈ രണ്ട് തരത്തിലുള്ള സ്വഭാവക്കാരുണ്ടാവുമല്ലോ. ഭാര്യയെ ഭയങ്കരമായിട്ട് വർത്തമാനം പറയുന്നു, ഭർത്താവ് വളരെ ഇൻട്രോവേർട്ടാണ്. തിരിച്ചും ഭർത്താവ് എല്ലാ വിശേഷങ്ങളും പറയുന്നു, ഭാര്യ കേട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഒരു വൺ മാൻ ഷോയ്ക്ക് സാധ്യതയില്ലേ? അപ്പോൾ അതവിടെ നമുക്ക് പരിഹാരമില്ല. ആളെ അതുപോലെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അത് നമ്മൾ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടല്ല, അതൊരു സ്വഭാവമാണ്. അപ്പം അങ്ങനെയുള്ള സ്വഭാവങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് അത് ആണുങ്ങളുടെ വിജയവും പെണ്ണുങ്ങളുടെ വിജയവും. കാരണം അത് അവർക്കതേ പറ്റൂ. ചെറിയ മൂളൽ മാത്രമുള്ളെന്ന് കേട്ടിട്ടുണ്ട്. അത് ആ മൂളലേ പറ്റുള്ളൂ. ആ മൂളൽ കൊണ്ട് ജീവിക്കാൻ രണ്ടുപേരും പഠിക്കണം. അല്ലാതിരുന്നാൽ നമുക്ക് വിമർശനം ഉണ്ടാവുകയും മനസ്സകലുകയും ഹൃദയങ്ങൾ അകലുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ദൈവം ഈ കേൾക്കാനുള്ളൊരു സ്കില്ല് കൊടുക്കുമായിരിക്കും അല്ലേ അച്ഛാ? അങ്ങനെ ചിലപ്പോഴും അങ്ങനെ. ചിലപ്പം ഭർത്താവ് മിണ്ടാതിരിക്കും. എന്നാ മനുഷ്യൻ മിണ്ടാന്ന് ചോദിച്ചാൽ പറയും, നീ ഒരു അവസരം തന്നിട്ട് വേണമെങ്കിൽ മിണ്ടാൻ. അപ്പം അത് ഭാര്യ അതുപോലെ പറയും. അപ്പം അങ്ങനെ ഒരു സോളിലോക്കിയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് പിന്നെ അവിടെ സംഭാഷണം ശ്രദ്ധിക്കാനുള്ളതേ ഉള്ളൂ. നമ്മൾ ഈ വർത്തമാനം പറയുമ്പം ഈ കാടും പടത്തും തല്ലി പറയല്ല. നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ച് വരുന്ന ആ വിഷയത്തിൽ കേന്ദ്രീകൃതമാകണം നമ്മളെ സംഭാഷണവും വാക്പ്രയോഗങ്ങളും എല്ലാം. എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടി അന്റാർട്ടിക്ക ആഫ്രിക്ക ഒന്ന് റെഫർ ചെയ്തുകൊണ്ട് വരരുത്. അങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേന് തന്നെ ഈടില്ലാകും ഒത്തിരി. ഇപ്പം നാട്ടിലുള്ളത്, ലോകത്തുള്ളത്, ഘാട്ട് കരാർ, ഇതൊന്നും സംഭാഷണത്തിൽ ആവശ്യമൊന്നുമില്ല. അതിനകത്ത് മാറ്റർ ഓഫ് ഫാക്റ്റ് എന്താണോ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക. ഈ പടപ്പ് തല്ലി പറയാതിരിക്കുക. ഒന്നും പറയാം, അങ്ങനെ ആയിരുന്നു, കുടുംബക്കാരിങ്ങനെ ഉണ്ടായിരുന്നു, അതങ്ങനെ ഉണ്ടായിരുന്നു, അതെല്ലാം വെച്ചുകൊണ്ട് ഇന്നത്തെ സംഭാഷണത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തിരിയല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ സ്ത്രീകൾക്കാണല്ലോ ഇപ്പം അച്ഛൻ പറഞ്ഞ സ്വഭാവം ഞങ്ങൾക്ക് ഇച്ചിരി കൂടുതലുണ്ട് അല്ലേ? ഞങ്ങളിങ്ങനെ കുറച്ച് ചെറിയ കാര്യവും വലിയ കാര്യവും പൊടിപ്പും തൊങ്ങിലും ഒക്കെ ചേർത്ത് പറയുന്നവരാണ്. പക്ഷേ ആണുങ്ങൾ എപ്പോഴും ഒരു മാറ്റർ ഓഫ് ഫാക്റ്റാണ്. പക്ഷെ അതൊരു സ്ത്രീ പുരുഷ സൈക്കോളജി അല്ലേ ശരിക്കും? അവർക്ക് അത്രയൊക്കെ അങ്ങനെ എക്സ്പ്രസ് ചെയ്ത്, അതായത് നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോകുന്നു, അവിടെ ഏറ്റവും സെറ്റ് പറഞ്ഞ് കേൾപ്പിച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനമില്ല ചിലർക്കെങ്കിലും. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ഞാൻ എൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. എനിക്ക് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. പക്ഷേ കേൾക്കുന്നവർക്ക് അത് കേൾക്കണമെന്ന് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. അപ്പം ഞങ്ങളെങ്ങനെ നിയന്ത്രിക്കണം? ഇത്രയും വർത്തമാനം പറയുന്നത് ഞങ്ങളെങ്ങനെ നിയന്ത്രിക്കണം? കേൾക്കുന്നവരെങ്ങനെ അതിനോട് സഹകരിക്കണം? അത് ഈ ദാമ്പത്യത്തിൽ രണ്ടുപേരും കുറേ നാൾ ജീവിക്കുമ്പോൾ അറിയാമല്ലോ തമ്മിലെ എന്താ ബലവും ബലഹീനതയും എന്താണെന്നറിയാം. അപ്പം കേടും നന്മയും രണ്ടും തിരിച്ചറിയാം. അങ്ങനെ അറിഞ്ഞുകൊണ്ട് പിന്നെ അതിൻ്റെ വെളിച്ചത്തിലുള്ള സംഭാഷണങ്ങൾ നമുക്ക് പറ്റുള്ളൂ. ഇപ്പം സ്ത്രീ എന്തു അല്പം വികാരം കൂട്ടി പൊലിപ്പിച്ച് പറഞ്ഞു പോകും. അതൊരു തിന്മയല്ല, അതാണ് ബൈ നേച്ചർ. അങ്ങനെയാണ് സാധാരണ സ്ത്രീകൾ. ചിലർ ഒന്നുമില്ല, ഉണങ്ങിയ പോലെ അത്രയും പറയുന്നുള്ളൂ. പുരുഷൻ പോയിന്റിൽ നിൽക്കാനാണ് പലപ്പോഴും ആഗ്രഹിക്കുക. അപ്പം അന്നേരം മനസ്സിലാക്കണം, ഈ ഭർത്താവിനോട് ഞാൻ പറയുന്നത് സ്ത്രീ സ്ത്രീയോടല്ല, സ്ത്രീ പുരുഷനോടാണ്. അപ്പോൾ അവന് മാറ്ററോപ്പായിട്ട് വരുമ്പോൾ ഓർക്കണം, എൻ്റെ ഭാര്യയ്ക്ക് അല്പം കൂടി പൊലിപ്പിച്ച് കേൾക്കാൻ താല്പര്യമുണ്ട്, അല്പം കൂടെ അവളെ ശ്രദ്ധിച്ച് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അത് മനസ്സിലാകുന്ന രീതിയിൽ നാടകീയമായിട്ടാണെങ്കിലും അവനത്
വരുത്തി തീർക്കണം. ഇപ്പോൾ ഒരു കൊച്ചു കാര്യം പറയുന്നു, ഒരു കോഴി മുട്ടയുടെ കാര്യമാണ് പറയുന്നത്, അതിനെക്കുറിച്ച് ഒന്നി തീറ്റ കൊടുത്തോ, മുട്ടയുടെ നിറം തന്നെ ഇത്ര നാളുമായിടി, ചുമ്മാ ചോദിക്കണം. അത് അവർക്ക് ഇഷ്ടമാണ്. അല്ലെങ്കിൽ അമ്മയുടെ മുട്ട ഇപ്പോൾ ആ മുട്ടയുടെ കാര്യം പറയാൻ ശരിയാകത്തില്ല. അപ്പോൾ അത് അത് ആണുങ്ങളുടെ കലയാണത്. അങ്ങനെ ചോദിച്ച് പറ്റിയെന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടു എന്നുള്ളതേ ഉള്ളൂ, പറ്റിക്കാൻ ആർക്കും പറ്റിയല്ലോ. അപ്പം അത് ആ രീതിയിൽ സംസാരിക്കണം. സ്ത്രീയാണെങ്കിലും ഓർക്കണം, ഈ കൊച്ചു കൊച്ചു കാര്യം പറഞ്ഞുകൊണ്ട് ചെല്ലല്ലേ. ഭർത്താവ് മടുത്ത് കയറി വരുന്ന പാടെ അവൾ ഭയങ്കര കാര്യവും പറഞ്ഞ് നമ്മുടെ പശുവിന് ചനയുണ്ട്, കോഴിക്ക് ഇത് പോരുന്നുണ്ട്, അതൊന്നും വലിയ കാര്യമില്ല അവനെ സംബന്ധിച്ച്. അതൊക്കെ ശാന്തമായിരിക്കുന്ന ചില സമയങ്ങളിലേ പറയാവൂ. ചുമ്മാ വികാരം മനസ്സിലാക്കാതെ വർത്തമാനങ്ങൾ പറയരുത്. പിന്നെ പുരുഷൻ ഓർക്കണം, ഇവൾ പെണ്ണാണ്, ആണല്ല, അവൾക്ക് അവിടെ വൈകാരിക പ്രത്യേകതയുണ്ട്, ആ രീതിയിൽ അവളെ മനസ്സിലാക്കണം. അവൾ ഓർക്കണം, ആണാണ്, എന്നെപ്പോലത്തെ വികാരം കൊള്ളുന്ന ആളല്ല, അതും മനസ്സിലാക്കണം. ചിലപ്പം ഒരു ഭാര്യ പിണങ്ങിയിരിക്കുക, പിണങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടും കിട്ടിയോ മിണ്ടുന്നില്ല. ഉടനെ ഭാര്യ ചോദിക്കുന്നു, ഞാൻ പിണങ്ങിയിരുന്നു, എനിക്ക് എന്നോടൊന്നും പറയാനില്ലേ? അവരും പറയുന്നടി, ഞാനിപ്പോഴാണ് മനസ്സിലാക്കി, എനിക്ക് ചിന്തിക്കുന്നേ ഇല്ല, അയാൾക്ക് വേറെ 100 കൂട്ടം കാര്യമുണ്ട്. ഭാര്യയുടെ ഒരു വാട്ടോ പിണക്കോ മാത്രമല്ലല്ലോ, എന്തെല്ലാം കാര്യമുണ്ട്. അതുപോലെ സ്ത്രീ ഓർക്കണം, ഭർത്താവ് ഓർക്കണം, ഇവളെ സംബന്ധിച്ച് ഞാനില്ലാതെ വേറെ ആരുമില്ല. അതുകൊണ്ട് ഞാൻ അല്പം കൂടെ കരുതലോടെയൊക്കെ ഒന്ന് മിണ്ടണം, ശ്രദ്ധിക്കണം. അപ്പം ആ രീതിയിലുള്ള ഒരു സംഭാഷണമാണ് വളരെ, പ്രത്യേകിച്ച് തുടരാൻ തോന്നുന്ന മൂടുള്ള രീതിയിൽ വർത്തമാനം പറയണം. ചുമ്മാ ഒന്ന് പറഞ്ഞാൽ അതോടുകൂടി തീരുന്ന പോലെ ആകല്ലേ വർത്തമാനം. ഇപ്പം അങ്ങ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്ന പോലെ മിണ്ടിയാൽ പിന്നെ എന്നാ പറ്റും? ഈ വടിയെ പാമ്പ് പോകുന്ന പോലെ ചെന്നാൽ പിന്നെ ഒരു മാർഗ്ഗവുമില്ല, പിന്നെ റിട്ടേൺ അടിക്കുക. അപ്പം ആ രീതി പറ്റിയല്ലോ. ഈ അച്ഛൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ കൗൺസിലിങ്ങിനൊക്കെ വരാറില്ല? അതായത് കല്യാണം കഴിച്ചപ്പം ഭയങ്കര വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ആകെ മൂകശോകമായി പോയവരും കാണും. നേരെ തിരിച്ച് ഒന്നും മിണ്ടാത്ത കെട്ടിയോനെ ഭയങ്കര മിടുക്കരാക്കി മാറ്റിയിട്ടുള്ള ഭാര്യമാരെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതും ഈ സമ്പർക്കം കൊണ്ട് തന്നെ വരുന്നതല്ലേ? അത് സാവധാനം മനസ്സിലാക്കിയുള്ള സംഭാഷണ രീതിയാണ്. അത് ആദ്യ നാളുകളിൽ ശരിക്കും പിടികിട്ടിയല്ല. ആദ്യത്തെ ഒരു 5-6 മാസങ്ങളൊക്കെ വികാരങ്ങളുടെ തലത്തിൽ പലതും പറഞ്ഞ് അങ്ങ് പോകും. പിന്നീട് ജീവിതത്തിൽ ആവർത്തന വിരസതകൾ മനുഷ്യന് കടന്നു വരും. അങ്ങനെ കടന്നു വരുമ്പോൾ ആദ്യകാലങ്ങളിൽ നല്ലതെന്ന് തോന്നുന്നൊക്കെ പിന്നെ കുറ്റമായിട്ട് മാറും ആദ്യകാലങ്ങളിൽ. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ശ്രദ്ധാപൂർവമായ സംഭാഷണം ആവശ്യമായിട്ട് വരിക. അപ്പം ആദ്യമേ കൊച്ചു കാര്യം, ഭാര്യയുടെ അമ്മ അത്ഭുതം, അപ്പൻ അലാവുദ്ദീനാണ്, വീട് അത്ഭുത വിളക്കാണ്, ഇതൊക്കെ പറയും. അതൊക്കെ 5-6 മാസത്തേക്കേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ചുമ്മാ ഒരു റൊട്ടീനായി ജീവിതത്തിൻ്റെ. പിന്നെ നമ്മൾ ക്രിയാത്മകമായി സൃഷ്ടിച്ചെടുക്കുന്ന മേഖലയാണ് നമുക്ക് വിജയമായിട്ട് വരിക. ക്രിയാത്മകമായി സൃഷ്ടിക്കണം. ഞാൻ മിണ്ടിയില്ലെങ്കിൽ വീട് ഉണങ്ങിപ്പോവും, ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് വരണ്ടു പോവും, അമിതമായി പറഞ്ഞാൽ അരോചകമാകും. അത് ഒരുമിച്ച് ജീവിക്കുക. ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി, അത് ഭക്ഷണമാകാം, വസ്ത്രധാരണമാകാം, സംഭാഷണം എന്തും ആകട്ടെ, അത് മനസ്സിലാക്കി അതനുസരിച്ചുള്ള ഒരു ഡയലോഗ് രീതി വരുമ്പം വിഷയദാരിദ്ര്യമില്ല. ഇല്ലേ കുറേ കഴിയുമ്പോൾ വിഷയദാരിദ്ര്യമാവും. വിഷയദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ദാമ്പത്യം ഉണങ്ങിപ്പോവും. പിന്നെ ഒരു 2 വാക്ക് വരും, ഒരു ഇതുമില്ല, ഏതാണ്ട് പോലെ എന്നും പറഞ്ഞങ്ങ് വരണ്ടു പോകും. ഞാനിങ്ങനെ ചിലരെക്കുറിച്ച് കേൾക്കാറുണ്ട്. ചിലർക്ക് ചില കാര്യങ്ങൾ മുഖം കണ്ട്, അല്ലെങ്കിൽ ഭാര്യയുടെ മുഖം ഒന്ന് കണ്ട് വാടിയാൽ അതെന്താണെന്ന് മനസ്സിലാകുന്നവരുണ്ട്. സംഭാഷണമൊന്നും ആവശ്യമില്ല. പക്ഷേ ചിലർക്ക് ഇതൊന്നും മനസ്സിലാവില്ല, അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പം കൊച്ചുമക്കളുണ്ട്, അവരെ ഒന്ന് താലോലിക്കണം, മനസ്സിൽ സ്നേഹമൊക്കെ ഉണ്ടാകും. പക്ഷെ അത് ചില അപ്പന്മാരോട് പറഞ്ഞു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആ കൊച്ചിനെ ഒന്നെടുത്ത് മടി വെക്ക്, ഒരു ഉമ്മ കൊടുക്ക്, കുഞ്ഞു കൊച്ചാണ്, ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ. അതിൻ്റെ ഒരു പ്രാധാന്യം എന്താ? നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ? ചിലരിങ്ങനെ തന്നെ നിൽക്കും, കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പെരുമാറേണ്ടതല്ലേ. പക്ഷേ ആക്ച്വലി ഭാര്യയ്ക്ക് അങ്ങനെ പെരുമാറുന്നതിൽ ബുദ്ധിമുട്ടൊന്നും കാണില്ല. പക്ഷെ അവരിത്രയും ചിന്തിക്കുന്നില്ല. അപ്പോൾ അന്നേരം ഈ സംഭാഷണത്തിൻ്റെ ഒരു പ്രാധാന്യം എന്താ? നമുക്കങ്ങനെ പറയാമോ? അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ? ചിലപ്പോൾ അവർക്കത് തിരിച്ചറിയില്ലെന്ന് വരില്ല, അത് പറഞ്ഞു കൊടുക്കണം. കാരണം അവർ ഓക്കെയാണെന്ന് ഓർക്കുന്നതേ. അപ്പോൾ അത് ഓക്കെ അല്ലെന്ന് ഒരാൾ ഓർപ്പിക്കാൻ വേണം. ചില കാര്യം ചെയ്യുമ്പം എല്ലാം ഓക്കെ എന്ന് ഓർക്കുമ്പം വേറെ ആൾ നോക്കുമ്പോൾ അത് ഓക്കെ അല്ല. അപ്പോൾ അത് ആ രീതി നമ്മൾ മനസ്സിലാക്കി ചെയ്തു പോകണം. അങ്ങനെ ചെയ്തു പോയാലേ കാര്യങ്ങൾക്കൊരു വിജയം വരത്തുള്ളൂ. അല്ലെങ്കിൽ അത് പരാജയമാണ് ജീവിതത്തിലെ. ആ ഒരു മേഖല നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ചിലപ്പം ജന്മത്താലേ ചില അന്തർമുഖരാണ്, അതാണ്. ചിലപ്പോൾ എടുക്കുന്നു ഒരാൾ ജന്മത്താലേ ഒരു കാലില്ലാത്ത ആളാണെങ്കിൽ ആ ഒറ്റക്കാലിൽ ആൾ ഉൾക്കൊള്ളണ്ടേ? അതുപോലെ ക്യാരക്ടർ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. അത് ഒരു സ്ത്രീ ഓർക്കണം, ഇയാളെ നേടാൻ ദൈവം തന്നതാണെന്നോർത്ത് സ്വീകരിക്കണം. അല്ലെ ഭാര്യയ്ക്ക് ചെന്ന ഭർത്താവ് ഓർക്കണം, എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചല്ലോ, അപ്പോൾ ദൈവത്തിന് പ്ലാനുണ്ട്, അതിൻ്റെ ബാക്കി ഞാൻ ചെയ്യും.
ആ രീതിയിൽ ഉൾക്കൊള്ളാൻ പഠിക്കണം. അവിടെയാണ്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് സംഭാഷണ ദാരിദ്ര്യവുമില്ല. പിന്നെ നമുക്ക് ഈ ഇഷ്ടമുള്ള വിഷയങ്ങളെക്കുറിച്ച് മിണ്ടാൻ പഠിക്കണേ. അല്ലാണ്ട് ഇപ്പം ഭാര്യയോട് ചെന്നിട്ട് ഘാട്ട് കരാറ്, ഗൾഫ് യുദ്ധം, ഓയിലിൻ്റെ വിലക്കയറ്റം, റബ്ബറിൻ്റെ ഇറക്കുമതി ഉണ്ടോ, അവർക്ക് എന്നാ ഇരിക്കുന്നു, ഒരു ഇതില്ല. അപ്പോൾ അങ്ങനെ ഭാര്യയോട് മിണ്ടല്ല. ഭാര്യയോട് പറയണം, എടി ഒരു പുതിയ സാരി ജയലക്ഷ്മി വന്നിട്ടുണ്ട്, നമുക്ക് സ്വർണ്ണത്തെക്കുറിച്ച് എന്നാ പറയുന്നു, വീടിൻ്റെ പെയിൻ്റൊന്ന് മാറിയാലോ, ഒരു പുതിയ ഷെൽഫ് മേടിച്ചാലോ, കിച്ചണിലെ ചില സാധനങ്ങൾ മാറ്റിയാലോ, ഇഷ്ടമുള്ള വിഷയം പറയണം. അപ്പം ഭർത്താവിനോട് പറഞ്ഞു കഴിയുമ്പോഴത്തേന് കൊച്ചു കൊച്ചു വീട്ടുകാരിയല്ല പറയേണ്ടത്. തവിക്കണ്ണ ഒടിഞ്ഞല്ലോ, പുതപ്പ് കീറിയല്ലോ, കലം ചളങ്ങിയല്ലോ, ഇതിങ്ങനെയാണല്ലോ. അതല്ല, അവനും കൂടെ ഇഷ്ടമുള്ള വിഷയം പറയണം. അതാണ് കലയെന്ന് പറയുന്നത്. അത് കുറച്ച് നാൾ ജീവിക്കുമ്പം ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് വർത്തമാനം പറയാൻ പഠിക്കണം. അങ്ങനെ പറഞ്ഞാൽ വിഷയം തീരുകയില്ല. പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ 2 വാക്കിൽ ഫുൾ സ്റ്റോപ്പായി. ഇപ്പം കൂടുതലും പറയുന്നത് അങ്ങനെയല്ല. കറണ്ട് ചാർജ് അടയ്ക്കണം, ലോൺ അടയ്ക്കണം, ഫീസ് അടയ്ക്കണം. ഈ റിമൈൻഡർ മാത്രമാണ് സത്യത്തിൽ പല കുടുംബങ്ങളിലും കൂടുതൽ പോകുന്നത്. ഞാൻ ഓർത്ത് ചിരിക്കുകയായിരുന്നു. ഇങ്ങനെ സത്യത്തിൽ നമുക്കൊക്കെ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പല കുടുംബങ്ങളിലെയും പ്രശ്നം അതാ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു താല്പര്യമില്ലാത്ത വിഷയങ്ങളിലേക്ക് ആയി പോവുകയാണ്. അത് ഒത്തിരി ഒരു പ്രശ്നമായിട്ട് മാറാറുണ്ട്. അപ്പോൾ ഈ മാറ്റർ ഓഫ് ഫാക്റ്റ് മാത്രം പറയുമ്പം കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറയാൻ സമയം കണ്ടെത്തണ്ടേ? അതും വളരെ പ്രധാനപ്പെട്ടതല്ലേ? സ്നേഹ സംഭാഷണങ്ങൾ, കുറച്ച് പ്രണയം. അത് ഉള്ളിൽ നിന്ന് വരലാണ്. ശ്രീനിവാസ സിനിമയെ പറയുന്ന പോലെ 2 ഷേവിങ്, ഒരു കട്ടിങ് എന്ന് പറയുമ്പോൾ ഒരു സിനിമയ്ക്കകത്തുണ്ടല്ലോ, പലതുമെന്ന് വായിച്ചിട്ടേ. അങ്ങനെയൊക്കെ ഞാൻ ഒന്നും വെക്കുകയല്ല. ഉള്ളിൽ നിന്ന് വരണം. ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ ഒരു ഹൃദ്യത ദാമ്പത്യത്തിലുണ്ടെങ്കിൽ അത് വരുള്ളൂ. അല്ലാതെ എത്ര ശ്രമിച്ചാലും വരികയില്ല. മനസ്സിൽ സന്തോഷമുണ്ടല്ലേ ചിന്തകൾ വരൂ, ഫലിതം വരൂ, എല്ലാം വരും. അതില്ലെങ്കിൽ എല്ലാം വളരെ ഡ്രൈ ആയിട്ടങ്ങ് പോകും. ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, ഒരു ഷെയറിങ് ഉണ്ടല്ലേ, ഒരു സംസാരം കൊണ്ട് അല്ലെങ്കിൽ ഒരു തുറന്നു പറച്ചിൽ കൊണ്ട് തീർക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും കുടുംബജീവിതത്തിൽ ഇല്ലെന്ന്. പലപ്പോഴും ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ ഇല്ലാത്തതല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്പൺ ഒരു അങ്ങനെ ഒരു സംസാരം ദമ്പതികളിൽ എന്താ പ്രശ്നം ഇരിക്കുക, അല്ലെങ്കിൽ എന്താ കാര്യം എന്നൊന്നും തുറന്ന ചോദ്യം ഇല്ലാത്തതിൻ്റെ പേരിൽ ഒത്തിരി പ്രശ്നങ്ങളില്ലേ? അതൊരു നമ്മൾ ഒരു സംഭാഷണം നടത്തുമ്പം ഒരു സംഭാഷണം കൊണ്ട് എല്ലാ പ്രശ്നത്തിനും പരിഹാരം വരണമെന്നില്ല. നമ്മൾ കുറച്ച് സംസാരിച്ച് കഴിയുമ്പോൾ മനസ്സിൽ അയവ് വരും. അതാണ് അടിസ്ഥാനം. അല്ലാണ്ട് ഞാനിപ്പോൾ ഒരു ഭയങ്കരമായൊരു പൊട്ടിത്തെറി അസ്വസ്ഥതയുണ്ട്, അത് ഒറ്റ വർത്തമാനം കൊണ്ട് തീരുന്നൊന്നുമല്ല. അത് കുറച്ച് ഇങ്ങനെ ഉണ്ടായല്ലോ പറഞ്ഞ് അയഞ്ഞ് വരുമ്പം മനസ്സിനൊരു അയവ് വരും. പിന്നെ നമ്മൾ തന്നെ അത് പരിഹാരമാക്കി മാറ്റും. പിന്നെ ഇട്ട് കൊടുക്കുന്ന പോലെ അങ്ങ് മാറും. അതിപ്പോൾ നമ്മളത് അതിനകത്ത് തന്നെ പരിഹാരമാണ്. അപ്പോൾ ചില കാര്യം ഒരച്ഛനെ കാണാൻ പോയി, അല്ലെങ്കിൽ കൗൺസിലിംഗ് പോയി, മാജിക്കൊന്നും നടക്കുന്നില്ലല്ലോ. കേൾക്കുന്നു, ഇരിക്കുന്നു. അങ്ങനെ കഴിയുമ്പോഴത്തേക്ക് ഒരു ഭാരം അങ്ങ് ഇറങ്ങിപ്പോവും. ഈ ഭാരം ആരുടെ മുമ്പിൽ ഇറക്കുക? നിഷ്പക്ഷത പാലിക്കുന്നവരുടെ മുമ്പിൽ. ഇപ്പം ഭർത്താവിനെ അനുകൂലിക്കുന്ന സൈഡിൽ നിൽക്കുന്ന ഒരാളോടാണ് ഭാര്യ ഭാരം ഇറക്കുന്നെങ്കിൽ പോവില്ല. മുൻവിധിയോടെ ഉള്ളൂ. അവന് വേണ്ടി പറയാൻ വന്ന ആളാണ്, ആ രീതിയിൽ എടുക്കുകയുള്ളൂ. ഈ ഭാര്യയുടെ പക്ഷത്തുള്ള ആളാണല്ലോ, അവളുടെ ഏജൻ്റാണ്, അങ്ങനെ എടുക്കുകയുള്ളൂ. നിഷ്പക്ഷമായ തേർഡ് പാർട്ടിയുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോഴോ 2 പേരും കേട്ട് കഴിയുമ്പം എൻ്റെ ഉള്ളിൽ നിന്നൊരു കല്ലിറങ്ങിപ്പോയി, അവളുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിയുമ്പോഴത്തേക്കും മനസ്സിന് വലിയൊരു ഒരാശ്വാസം വരും. ചിലർക്കെങ്കിലും ഇങ്ങനെ ഈ സംഭാഷണമോ വിഷമങ്ങളോ ഒന്നും പറയാൻ ആളില്ലാത്ത ഒരു ഫീലിങ്സ് പലപ്പോഴും കാണാറില്ലേ? ശരിക്കും ദമ്പതികൾ തമ്മിലൊരു ഓപ്പൺനെസ് ഇല്ലാത്തത് കൊണ്ടല്ലേ അങ്ങനെ? അച്ഛൻ്റെ അടുത്ത് ഒരുപാട് പേര് അങ്ങനെ കൗൺസിലിംഗ് ഒക്കെ ആയിട്ട് വരാറില്ലേ? നമുക്കൊന്നൊരു ഓപ്പൺ അപ്പ് ആകാൻ വേണ്ടിയിട്ട് ഒന്ന് കേട്ടാൽ മതി. ആരിലൊന്നേ നമ്മൾ പറയുന്ന ഒന്ന് ശ്രവിച്ചാൽ മതി. പലത്തിനും പ്രശ്നം ശ്രവിക്കാനാളില്ല, ഇന്ന് കേൾക്കാനാളില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും പരിഹാരം പറയാനാണ് ആൾ. ക്രിസ്തുവിൻ്റെ ഒരു സ്വഭാവമാണ് കേൾക്കുക. ലൂക്ക 24 എമ്മാവൂസിലേക്ക് ശിഷ്യന്മാർ പോയി, അവരോട് നടന്നു, എന്താ സംഭവിച്ചെന്നും എന്തൊക്കെ നടന്നു ഒക്കെ അറിയാം. എന്നാലും ഒന്നും അറിയാത്തവനെ പോലെ കേട്ടുകൊണ്ട് നടന്നു. അങ്ങനെ കുറേ നേരം കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? തിരുത്താനുള്ള ശക്തി കിട്ടി. കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞ പോഷന്മാർ ശാസിച്ചു. നമുക്ക് ഭാര്യയെ തിരുത്തണമെങ്കിൽ ഭർത്താവ് ആദ്യം അവളെ കേൾക്കണം. ഭർത്താവിനെ തിരുത്തണമെങ്കിൽ അവനെ കേൾക്കണം. കുഞ്ഞുങ്ങളെ തിരുത്തണമെങ്കിൽ അവരെ കേൾക്കണം. കേൾക്കുന്നവരുടെ തിരുത്താനുള്ള ധാർമ്മിക ശക്തി ഉണ്ടാകത്തുള്ളൂ. ഈ കേൾവിയുടെ കുറവ്, കേൾക്കാനുള്ള ക്ഷമ, അതിൻ്റെ കുറവ് ഇന്ന് കുടുംബങ്ങളിൽ ഒരുപാട് അപകടം വരുത്താറുണ്ട്. അപ്പം നമ്മളൊക്കെ ഒരു കലാപരമായിട്ട് കേൾക്കാനും അടുത്തിരിക്കാനും ഇരുന്ന് മിണ്ടാനും ഒക്കെയുള്ള അവസരം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതെന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയാണ്. വീടെന്ന് പറയുന്നത് ഒരു കെട്ടിടവും 3-4 പേരും അല്ല,
ഒരു ദേശത്തിൻ്റെ ഒരു മർമ്മപ്രധാനമായ ഭാഗമാണ്. അത് നന്നായോ വീട് നന്നാവും, അത് നന്നായോ കുടുംബം നന്നാവും, ലോകം നന്നാവും. അപ്പം അതിനുവേണ്ടിയാണ് ഈ സംഭാഷണങ്ങൾ ഞാൻ പ്രത്യേകിച്ച് ഏർപ്പെടണമെന്നും ഉള്ളു തുറക്കണമെന്നും ഇരുന്ന് മിണ്ടണമെന്നൊക്കെ നമ്മൾ പറയുന്നതിന് വേണ്ടിയാണ്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ചില കേസിൽ ഇപ്പം നമ്മുടെ ഭർത്താവിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ അത് നമുക്ക് ഇഷ്ടമല്ല, അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞിട്ട് കാര്യവുമില്ല. അപ്പോൾ നമുക്കിത് മറ്റൊരാളോട് പറയാമോ? എപ്പോഴും ആലോചിക്കുന്ന കാര്യം. കാരണം ഭർത്താവിൻ്റെ ഒരു കുറവുണ്ടെങ്കിൽ മറ്റൊരാൾ അറിയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല, നമ്മൾ പറയാൻ വിമുഖത കാണിക്കുന്നു. അതുപോലെ തന്നെ ഭാര്യയുടെ ഒരു വളരെ പേഴ്സണലായിട്ടുള്ള ചില മാറ്റേഴ്സ്, പ്രശ്നങ്ങൾ ഭാര്യയോട് പറയാനും പറ്റില്ല, പറഞ്ഞിട്ട് കാര്യവുമില്ല. അപ്പോൾ അത് വേറൊരാളോട് പറയാമോ എന്ന് ചോദിക്കുമ്പം അതിനുള്ളൊരു സാഹചര്യം ഉണ്ടോ? അങ്ങനെ പറയാമോ? അത് പറയേണ്ടതുണ്ടോ? പറയുന്നത് നല്ലതാണോ? ചിലർക്ക് ഒന്ന് പറഞ്ഞു തീർന്നാലേ മനസ്സിൽ നിന്ന് ഭാരം പോവുള്ളൂ. അങ്ങനെയുള്ള ഏറ്റവും രഹസ്യം സൂക്ഷിക്കുന്ന ഇൻറ്റിമസി ഉള്ളവരോട് പറയാം. അമ്മയോട് പറയാം, ആങ്ങളോട് പറയാം, ആത്മമിത്രങ്ങളോട് പറയാം, അല്ലെങ്കിൽ വൈദികരോട് പറയാം, സിസ്റ്റേഴ്സിനോട് പറയാം. സീക്രസി സൂക്ഷിക്കുന്നവരൊക്കെ ചെന്നത് അങ്ങ് പറയാം. അതേസമയത്ത് ആ പറച്ചിൽ കാരണം എൻ്റെ ഭാര്യയുടെ സൽപ്പേര് സമൂഹത്തിൽ നഷ്ടപ്പെടുമെങ്കിൽ, ഭർത്താവിൻ്റെ സൽപ്പേര് സമൂഹത്തിൽ നഷ്ടപ്പെടുമെങ്കിൽ അവിടെ നമ്മൾ മിണ്ടാതെ മൗനം പാലിച്ച് തൊണ്ട കൊടുത്താൽ ഞുണഞ്ഞിറക്കുക എന്ന ആറ്റിറ്റ്യൂഡ് നമ്മൾ സ്വീകരിക്കേണ്ടി വരും. നമ്മൾ അതുപോലെ തന്നെ ഈ സംഭാഷണത്തിൽ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും? പാടില്ലാത്ത കാര്യങ്ങൾ ചില വാക്കുകൾ ഉപയോഗമാണ്. ഒന്നാമത് നീ, ഞാൻ, അത് പറയരുത്. കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞാലും നിൻ്റെ വീട്ടുകാർ, നിൻ്റെ അപ്പൻ, നിൻ്റെ അമ്മ, നിൻ്റെ ആങ്ങള എന്ന് പറഞ്ഞാൽ ഇന്നും ഒന്നായില്ല, രണ്ടാണ്. അല്ലെ തൻ്റെ പെങ്ങന്മാർ, തൻ്റെ അമ്മയുടെ പെരുമാറും അപ്പൻ്റെ നോട്ടം ഒന്നായിട്ടില്ല. വിവാഹത്തിൽ പറഞ്ഞ ഇവൻ രണ്ടല്ല, ഒന്നായിരിക്കും. ഒന്നായില്ലെങ്കിൽ മരണം വരെ നീ ഞാനും ആവും. ഈ നീ ഞാനും ആകുമ്പോൾ രണ്ട് മുറികളിൽ വേണേൽ പോയി താമസിക്കാം. കുടുംബത്തിലെ നീ ഞാനുമാണ്. വിവാഹത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ട നാക്കിലെ പദപ്രയോഗം നമ്മളാണ്. നമ്മൾ, നമ്മുടെ വീട്, നമ്മുടെ മക്കൾ, നമ്മുടെ പട്ടി, നമ്മുടെ പൂച്ച, നമ്മുടെ ടെലിവിഷൻ, നമ്മളാണ്. അല്ലെ നിൻ്റെ അപ്പൻ്റെ അലമാരി, നിൻ്റെ അമ്മയുടെ സേഫ്, അല്ലെ തൻ്റെ പെങ്ങൾ കൊടുക്കുന്ന തൻ്റെ പെങ്ങളുടെ മോതിരം. അപ്പോൾ എപ്പോഴും എണ്ണയും വെള്ളവും പോലെ ജ്വലിച്ച് നിൽക്കും, തെളിച്ച് നിൽക്കും. ഈ രീതി വരുമ്പോഴത്തേക്ക് ഇതങ്ങ് മാറും, ഒരു ഒരുമിപ്പ് വരും. അതുപോലെ വേറൊരു വാക്കാണ് എപ്പോഴും ചുമ്മാ പറയല്, രണ്ട് പദങ്ങൾ, ഒരിക്കലും എല്ലായ്പ്പോഴും. ചിലങ്ങനെ ഒരിക്കലും നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല, അന്നത്തെ ദിവസത്തെ ഒരു ഇൻസിഡൻറ്റ് മാത്രം ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ പറയാണ് ഒരിക്കലും താൻ സമയത്ത് വീട്ടിൽ വരാത്ത മനുഷ്യനാണ്, ഒരിക്കലും മതിയല്ല. അപ്പോൾ ശനിയാഴ്ച നേരത്തെ വന്നല്ലോ. അപ്പോൾ അതിൻ്റെ യാത്ര പോയി ആ വാക്കിൻ്റെ. ഒരിക്കലും എന്നുള്ള വാക്ക് പറയല്ലേ. അതുപോലെ ചിലപ്പോൾ എന്നൊക്കെ നമുക്ക് പറയാം, എല്ലായ്പ്പോഴും ഒന്നും പറയല്ലേ. എല്ലായ്പ്പോഴും നിൻ്റെ മുഖം വീർത്തായിരിക്കുന്നു. ചിലപ്പം ചിരിക്കുന്നുണ്ടല്ലോ, ചിലപ്പം ചിരിക്കുന്നു. എല്ലായ്പ്പോഴും കോപിക്കാത്ത സമയമില്ലേ. അപ്പം നമ്മൾ അങ്ങനത്തെയുള്ള അനാവശ്യമായ നുഴഞ്ഞുകയറ്റക്കാര അക്ഷരങ്ങളെ നമ്മൾ ഉപേക്ഷിക്കണം, അത് വെടിയണം. അത് പിന്നീട് അടുപ്പിക്കാൻ പറ്റാത്തതും മനസ്സിനെ അകറ്റാൻ, ഹൃദയത്തെ മുറിക്കാൻ കാരണമായിട്ട് തീരും. അല്ല, ചിലരെങ്കിലും പറയുമല്ലോ, എത്ര നന്നായിട്ടും കാര്യമില്ല, കാരണം ഈ ഒറ്റ സെൻറ്റൻസ് മതിയല്ലോ, നമ്മളെന്തൊക്കെ നന്നായിട്ട് ബിഹേവ് ചെയ്താലും അവസാനം ഈ കലം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിച്ച പോലെ ആയി പോകില്ല. ഈ ഒരൊറ്റ ഡയലോഗിൽ പിന്നെ നമുക്കൊരു ഹോപ്പ്ലെസ്സാണ്, പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് വരാറില്ലേ? വരും. അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. കാരണം ഞാൻ എന്നാ പറഞ്ഞാലും കേൾക്കുന്നുമില്ല, പറയുന്നത് മനസ്സിലാക്കുന്നുമില്ല, പിന്നെ എന്നാ പറയാൻ. അപ്പോഴാണ് വീട് സിമിത്തേരിയായിട്ട് മാറും. മൗനം. പരമാവധി TV കണ്ടോട് കെട്ടിക്കൊണ്ടിരിക്കും, മൊബൈൽ പോലെ മതിയോട് ഭാര്യയിരിക്കും, വർത്തമാനമില്ല. അത് കുഞ്ഞുങ്ങളെയും ബാധിക്കും, കുടുംബത്തെ ബാധിക്കും. ഒരു സിമിത്തേരി പോലെ നമ്മുടെ വീട്, ഒരു മോർച്ചറി പോലെ നമ്മുടെ കുടുംബം മാറും. അവിടെയാണ് പരാജയങ്ങൾ. ആ സമയത്താണ് തിരിച്ചറിഞ്ഞ് ഇങ്ങനെ പോയാൽ പറ്റില്ല, ഏതെങ്കിലും രീതിയിലൂടെ ഒരു കോൺവെർസേഷൻ തുടരണം, അതിനായിട്ട് ശ്രമിക്കണം. ആ ഒരു യത്നം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയും, കുടുംബജീവിതം ഒരു കല, എല്ലാത്തിനും കലയാണ്, ഒരു ആർട്ടാണ്. ഫാമിലി ലൈഫ് ഈസ് ആൻ ആർട്ട്. ഒരു ആർട്ട് പോലെ, കല പോലെ ജീവിതത്തെ ജീവിച്ച് നമ്മൾ തീർക്കണം. അങ്ങനെ അതിൻ്റെ കുടുംബത്തിൻ്റെ വിജയം അതിലാണ് അടങ്ങിയിരിക്കുന്നത്. പക്ഷേ എന്തായാലും സംഭാഷണത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞു. പക്ഷെ ചില സമയത്ത് നമ്മൾ മൗനവും പാലിക്കേണ്ടതില്ലേ? അതും കൂടെ ഒന്ന് കൂട്ടിച്ചേർത്താലോ? മൗനം നമ്മൾ പാലിക്കേണ്ടതേ, കുടുംബത്തിൽ ചില മൗനത്തിൻ്റെ മണിക്കൂറുണ്ടാകണം. അത് എപ്പോഴും പ്രധാനപ്പെട്ട. കാരണം മൗനത്തിലാണ് ദൈവത്തെ അറിയുക. 46-ാം സങ്കീർത്തനം 10-ാം തിരുവചനം, നീ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. അപ്പോൾ മൗനം വേണം. ഉദാഹരണം, വീട്ടിലൊരു പ്രാർത്ഥനയുടെ സമയം രാത്രി 7-ന് വീടിനിടയ്ക്ക്
ഒരു മൗനാന്തരീക്ഷം സൃഷ്ടിക്കാൻ ഭർത്താവും ഭാര്യയും ശ്രദ്ധിക്കണം. അത് മകളോടും പറഞ്ഞു കൊടുക്കണം. ദൈവവുമായി നമുക്ക് അടുക്കാനുള്ള സമയമാണ്. അപ്പോൾ ഒരു സമയം, അല്ലെ 7:30, 8:30, 9:30 ഒരു മൗന സമയം നമുക്ക് വേണം. അപ്പം അങ്ങനെ ചിലപ്പം മൗനത്തിലിരുന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും എന്തുകൊണ്ടാണ് എൻ്റെ കെട്ടിയവൻ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചിന്തിക്കുന്നത് ആ സമയത്താണ്. അല്ല എന്തുകൊണ്ട് എൻ്റെ ഭാര്യ ഇങ്ങനെ പ്രതികരിച്ചുള്ളത് മൗനത്തിലാണ്. എപ്പോഴും വർത്തമാനവും ബഹളവും വെച്ച് നടന്നാൽ ചിന്തിക്കാൻ സമയമില്ല. നമ്മൾ ഈ റിയാക്ഷനുമായിട്ട് പോകും. അപ്പോൾ അവിടെ മൗനം വേണം. ആ മൗനം ഈ പിണക്കത്തിൽ വരി പാലിക്കുന്ന മൗനമായിരിക്കല്ല. മിണ്ടാൻ പോയാൽ യുദ്ധം ഉണ്ടാവും. ആ മൗനമല്ല. എൻ്റെ ആത്മീയ വളർച്ചയ്ക്കും എൻ്റെ വിചിന്തനത്തിനും എൻ്റെ ഒരു ആത്മീയമായ വിശകലനത്തിനും വേണ്ടി ഞാൻ കണ്ടെത്തുന്ന ഒരു മൗനം. ഈ ചില സമയത്ത് അതുപോലെ തന്നെ നമുക്കിപ്പം നമ്മുടെ ജീവിത പങ്കാളിയോടോ അല്ലെ കുടുംബത്തിൽ ആരോടൊക്കെ വല്ലാത്ത 10 വർത്താനം അങ്ങോട്ട് പറഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നും, ദേഷ്യം വന്നിട്ടുമൊക്കെ. അപ്പം മൗനപ്പെട്ട് ഉള്ളിൽ ഒതുക്കിയാലും പ്രശ്നമാണ്. അപ്പോൾ ഈ ഫ്രസ്ട്രേഷൻ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും കുളവാകും. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു സൈക്കോളജിക്കൽ പ്രിൻസിപ്പിളുണ്ടോ? ഇതിനെ എങ്ങനെ ഒന്ന് കൺവേർട്ട് ചെയ്യാം? കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് വ്യക്തിപരമായ തീരുമാനങ്ങളിലേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പറയാം, ഇന്ന ഉപദേശങ്ങൾ കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഓരോ വ്യക്തിയും അവനവൻ്റേതായ നിലപാടിൽ ഏതാണോ സ്വീകാര്യതയും നന്മയെന്നുള്ളത് നോക്കി സ്വയം തിരഞ്ഞെടുക്കുക. അല്ല, ചിലരിങ്ങനെ സെൽഫ് ടോക്ക് നടത്തും, തന്നെത്താൻ പറഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ പോയി നിന്ന് പറഞ്ഞു തീർക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. നമ്മൾ സോളിലോക്കി ഇങ്ങനെ ഒറ്റയ്ക്കുള്ള വർത്താനം. അപ്പം അത് ആക്ച്വലി റിയൽ പരിഹാരമല്ല. എനിക്കൊരു ഇമോഷണൽ ഔട്ട്ലെറ്റിനുള്ള ഒരവസരം. നമ്മൾ ചില മനുഷ്യരുണ്ട്, ഉള്ളിലെ വികാരം ഒരു തെറിയായിട്ടങ്ങ് പറഞ്ഞു തീർത്താൽ ആശ്വാസമുള്ളത്. നടന്നു പോയപ്പം കാലിൻ്റെ തള്ളവിരൽ ഒരു കല്ല് മുട്ടി കഴിയുമ്പോൾ പ്ലേസലോടല്ലല്ലോ സാധാരണ ഒരു തെറി പറയും സാധാരണ മനുഷ്യൻ. അപ്പം അതുപോലെ ഉള്ളൂ ഈ ഒറ്റയ്ക്ക് പറയുന്നതെല്ലാം. ഒറ്റയ്ക്ക് പറഞ്ഞാൽ എന്തോ മനസ്സിൽ നിന്നൊരു ഇപ്പം ചുമ്മാ ചീത്ത വിളിക്കുന്ന ആശ്വാസമുള്ള ആർക്കും ഗുണമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളൂ. അത് കുടുംബത്തിൽ പരിഹാരം വരത്തില്ല. അത് ഒരുമിച്ചിരുന്ന് പറഞ്ഞാലേ ഉള്ളൂ. പിന്നെ ഉള്ളിൽ നിന്ന് അത്രയും പോയല്ലോ, അല്പം കൂടെ മയപ്പെടാം വ്യക്തിത്വം. ആ രീതിയിൽ അതിനെ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ഒരു ഇമോഷണൽ ബാലൻസ് ഉണ്ടാകാൻ നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് ചില സെൽഫ് ടോക്കുകൾ, ബാത്റൂമിൽ കയറുന്ന ചീത്തയൊക്കെ വിളിക്കുക അല്ലേ? അപ്പോൾ എന്തെല്ലാം ചെയ്യുന്ന ഒത്തിരി സന്തോഷമായി. സംഭാഷണവും മൗനവും എല്ലാം ചേർത്ത് നല്ലൊരു സംഭാഷണമായിരുന്നു നമ്മൾ തമ്മിൽ കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത വിഷയമായിട്ട് കാണാം. താങ്ക് യു.